ഞാൻ കഴിഞ്ഞ 2 വർഷങ്ങൾക്ക് മുമ്പ് ഒരു കുടുംബത്തെ പരിചയപ്പെട്ടു. ഒരു പ്രായമുള്ള ഒരു അപ്പച്ചനും ഒരു അമ്മച്ചിയുമാണ്. ഇവർ രണ്ടുപേരും പുതുവത്സരം ആഘോഷിക്കുന്നത് അവർ ധാരാളം വിദേശ യാത്രയൊക്കെ ചെയ്യുന്ന മനുഷ്യരാണ്. പക്ഷേ എല്ലാ ജനുവരി 1-ാം തീയതിക്ക് മുമ്പ്, അതായത് ഡിസംബർ 31 അർദ്ധരാത്രിയിലും അവരവരുടെ തറവാട്ടിൽ പോവും. അവർ രണ്ടുപേരും മാത്രമേ ഉള്ളൂ, മക്കളൊന്നുമില്ല. അവർ രാത്രിയിൽ ഈ റേഡിയോ തുറന്നു വെച്ച് ടി വി കാണത്തില്ല. റേഡിയോ തുറന്നു വെച്ച് അതിലെ പാട്ടുകളൊക്കെ കേട്ട് ഒരു കട്ടൻ കാപ്പിയും ആ, ഒക്കെ ഉണ്ടാക്കി രാത്രിയിൽ എന്തെങ്കിലും ചെറിയ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി രണ്ടുപേരും മുഖത്തോട് മുഖം നോക്കിയിരുന്നാണ് പുതുവത്സരം ആഘോഷിക്കുന്നതെന്ന് കൗതുകകരമായി പറഞ്ഞു കേട്ടിട്ടുണ്ട്. അങ്ങനെയും ജീവിക്കുന്ന മനുഷ്യരുണ്ട് കേട്ടോ. ഈ പുതുവത്സരാഘോഷം പുറത്ത് നടക്കുമ്പോൾ അതിൻ്റെ ആഘോഷങ്ങളിൽ നിന്നെല്ലാം ഒഴിഞ്ഞ് നിങ്ങളുടെ അടുത്ത് നിങ്ങൾ അത്രയും സ്നേഹത്തോടു കൂടി ജീവിക്കുന്ന രണ്ട് മനുഷ്യരാണെങ്കിൽ നിങ്ങൾക്കൊരു കട്ടൻ കാപ്പിയുടെ സാന്നിധ്യത്തിൽ ഒരു രാത്രിയിൽ നിങ്ങൾക്കൊരു പുതുവത്സരം ആഘോഷിക്കാൻ ഈ റേഡിയോയിൽ നിന്നോ ടി വിയിൽ നിന്നൊക്കെ വരുന്ന ചെറിയ പാട്ടിൻ്റെ സാന്ദ്രമായ ഈണം മതി. വലിയ ആഘോഷങ്ങളോ കാതടപ്പിക്കുന്ന ശബ്ദങ്ങളോ ഇല്ലാതെയും വേണമെങ്കിൽ പുതുവത്സരം ആഘോഷിക്കാം.